ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. 50 രൂപ പണി ചെയ്തതിന്റെ കൂലി. ബാക്കി നിങ്ങൾ തന്നെ അങ്ങ് വെച്ചോ. ഇവിടെ പിച്ചക്കാശ് എടുക്കാറുമില്ല, പിച്ചക്കാരുമില്ല. സംശയിക്കണ്ട, ജഗൻ തന്നെയാ. മോനെ, ജഗൻ എന്ന യുവജന നേതാവ് വർക്ക്ഷോപ്പ് തൊഴിലാളികളുടെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വന്നതായിരിക്കും. നേതാവും തൊഴിലാളികളും തമ്മില് വ്യത്യാസം വേണ്ടെന്ന് തോന്നിയിട്ടാവും നേതാവ് തൊഴിലാളി വേഷം തന്നെ ധരിച്ചിരിക്കുന്നത്. അധ്വാനിക്കുന്ന തൊഴിലാളികൾക്കുണ്ട് ഒരു അന്തസ്. മോനെ, നീ എന്തുവാടാ ഈ വേഷത്തില്? ഞാൻ ഈ വർക്ക്ഷോപ്പിലെ ജോലിക്കാരനാണമ്മേ. അഴുക്കുചാലിൽ കഴിഞ്ഞവളെ അകത്തമ്മയാക്കി എഴുന്നള്ളിച്ചാൽ അഴുക്കും ചെളിയും പുരണ്ട ജീവിതം തന്നെ ശരണം. അത് ഞാനങ്ങ് സഹിച്ചു. സഹിക്കണോടാ, സഹിക്കണം. അതുകൊണ്ടാണല്ലോ ധിക്കാരിയായ നിന്നെ ഇവിടെ വെച്ച് തന്നെ കാണാൻ പറ്റിയത്. എന്താ ഇത്? ഏത് ജോലിക്കും അതിൻ്റെതായ ഒരു മാന്യതയില്ലേ? അമ്മയ്ക്കിതൊന്നും കണ്ടിട്ട് അങ്ങോട്ട് സഹിക്കുന്നില്ലടാ. നിനക്ക് എന്തിനാടാ ഈ ജോലി? എത്ര രൂപ വേണമെങ്കിലും അമ്മ തരില്ലേ? എനിക്ക് ഏതായാലും അങ്ങ് സന്തോഷായി. അമ്മായിയപ്പന്റെ ജോലി തന്നെ മരുമോനും കിട്ടിയല്ലോ. ഇനി ഒരു കുഞ്ഞുണ്ടായ പറ്റുമെങ്കിൽ ദേ അവനെ ഈ ജോലിക്ക് തന്നെ അയക്കണേ. അല്ല, പാരമ്പര്യം കാത്തു സൂക്ഷിക്കണമല്ലോ. മതി കളിയാക്കിയത്. എന്റെ അച്ഛനെ നിലത്ത് വെക്കാതെ വളർത്തിയ സഹോദരിയായിരിക്കും അപ്പച്ചി. പക്ഷേ എന്റെ അനുഭവത്തില് എന്റെ പെങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കിയ ഒരു വൃത്തികെട്ട സ്ത്രീയാ നിങ്ങള്. വേണ്ട. ഇവിടെ കിടന്ന് അലറണ്ട. ഇവിടെ ഉള്ളവരൊക്കെ പാവങ്ങളാ. പണക്കാരുടെ പത്രാസും ജാടയൊന്നും ഇവർക്കറിയില്ല. അതുകൊണ്ട് തന്നെ എന്റെ ദേഹത്തെങ്ങാനും അപ്പച്ചിയുടെ കൈ വീണ എല്ലാരും കൂടി ചേർന്ന് അപ്പച്ചിയുടെ നട്ടും ബോൾട്ടും ഊരി വെക്കൂടെ. പിന്നെ കരിയോയിലിൽ മുക്കിയായിരിക്കും അപ്പച്ചി ഇവിടുന്ന് വിടുന്നത്. എന്താ, അത് വേണോ? പിന്നെ ഈ ജോലി ചെയ്യുന്നതിൽ എനിക്ക് തോന്നാത്ത നാണക്കേടൊന്നും ആർക്കും തോന്നണ്ട. അമ്മയ്ക്ക് കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട. മാഡം, കംപ്ലൈന്റ് എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്. അമ്മ പൊക്കോ, ഞാൻ ഉടനെ വന്ന് കണ്ടോളാം. എത്ര രൂപയായി? ചെറിയൊരു മിസ്സിംഗ് ഉണ്ടായിരുന്നുള്ളൂ. 50 രൂപ മതി. 500 രൂപയുണ്ട്. നിങ്ങൾ 50 രൂപ എടുത്തിട്ട് ബാക്കി ഇവന് കൊടുത്തേക്ക്, എന്റെ പിച്ചക്കാശായിട്ട്. നടക്കടി അങ്ങോട്ട്.
ഒന്ന് നിന്നാട്ടെ. 50 രൂപ പണി ചെയ്തതിന്റെ കൂലി. ബാക്കി നിങ്ങൾ തന്നെ അങ്ങ് വെച്ചോ. ഇവിടെ പിച്ചക്കാശ് എടുക്കാറുമില്ല, പിച്ചക്കാരുമില്ല. ഇവിടെ ഉള്ളവരൊക്കെ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗങ്ങളാ, വർഗബോധമുള്ളവര്. കാറിന്റെ കംപ്ലൈന്റ് ഒക്കെ ഓക്കെ ആയിട്ടുണ്ടാവും. പക്ഷേ കാറിന്റെ ഓണറിന്റെ കംപ്ലൈന്റ് ഓക്കെ ആവാൻ ഈ വർഷപ്പൊന്നും പോരാ. നാശം ആരാ ഈ സമയത്ത്? നിന്നോടിനി മേലെ എവിടെ വരരുത് ഞാൻ പറഞ്ഞു വിട്ടല്ലേ? നിരഞ്ജ, വെറുതെ ഒരു സീൻ ഉണ്ടാക്കരുത്. നീ പുറത്തേക്ക് പോ. ആ വർഷ, വർഷ, സുഖമല്ലേ? അല്ല, ആരോഗ്യമൊക്കെ എങ്ങനെ? സുഖമായിട്ടിരിക്കുന്നു. വർഷ, ഞാൻ പറഞ്ഞിട്ടല്ലേ പോയത്, പാചക കലയിലെ നിന്റെ കൈപുണ്യം അറിയാൻ ഞാൻ ഉടനെ എത്തൂന്ന്. ഇന്നത്തെ അത്താഴം ഇവിടെ നിന്നാ. അതിനെന്താ, അത്താഴം കഴിച്ചിട്ട് പോവാലോ. ആ, ഇപ്പൊ ഞാൻ ചായ എടുക്കാം. ആ,